തൊഴിലവസര സേവന വാർത്തകൾ. ജില്ലയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഓപ്പൺ വിഭാഗത്തിനായി സംവരണം ചെയ്ത ലബോറട്ടറി അറ്റൻഡന്റ് തസ്തികയിൽ താത്കാലിക ഒഴിവുണ്ട്. യോഗ്യത 10ാം ക്ലാസ് പാസ് അഥവാ തത്തുല്യ യോഗ്യത. 2 വർഷം വെറ്റിനറി ലാബിൽ ജോലി ചെയ്തിട്ടുള്ള പ്രവൃത്തി പരിചയം അഭികാമ്യം. പ്രായപരിധി 18നും 41നും മധ്യേ. സ്ത്രീ ഉദ്യോഗാർത്ഥികൾ അർഹരല്ല. പ്രതിമാസ വേതനം 16,500 രൂപ. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി അതാത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ നവംബർ 30 മുൻപായി രജിസ്റ്റർ ചെയ്യണമെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. പാലക്കാട് താലൂക്കിലെ പുതുപ്പരിയാരം പാങ്ങൽ ക്ഷേത്രത്തിൽ ട്രസ്റ്റി നിയമനം നടത്തുന്നു. താൽപര്യമുള്ളവർ നവംബർ 30 വൈകിട്ട് 5-നകം മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷാ ഫോറം പാലക്കാട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും മലബാർ ദേവസ്വം ബോർഡിന്റെ www.malabardevassam.kerala.gov.in എന്ന വെബ്സൈറ്റിലും ലഭിക്കും. ചിറ്റൂർ താലൂക്കിലെ ആലമ്പള്ളം വരദരാജ പെരുമാൾ ക്ഷേത്രത്തിൽ ട്രസ്റ്റി നിയമനം നടത്തുന്നു. താൽപര്യമുള്ളവർ നവംബർ 30-നകം മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നിശ്ചിത ഫോറത്തിൽ അപേക്ഷിക്കണം. പാലക്കാട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിലും www.malabardevassam.kerala.gov.in അപേക്ഷാ ഫോറം ലഭിക്കും. ഹിന്ദി ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ കോഴ്സിന് അപേക്ഷിക്കാം. യോഗ്യത 50% മാർക്കോടെ +2 അല്ലെങ്കിൽ ഹിന്ദി ഭൂഷൺ സാഹിത്യ വിശാരദ്, പ്രവീൺ സാഹിത്യാചാര്യ എന്നിവയും പരിഗണിക്കും. പട്ടികജാതി മറ്റ് അർഹ വിഭാഗത്തിന് 5% മാർക്കിളവ് ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷകൾ പ്രിൻസിപ്പാൾ, ഭാരത് ഹിന്ദി പ്രചാര കേന്ദ്രം, അടൂർ പോസ്റ്റ്, പത്തനംതിട്ട എന്ന വിലാസത്തിൽ നവംബർ 30 മുമ്പായി അയക്കണം. സൈബർ ശ്രീ പരിശീലനത്തിൽ സീറ്റ് ഒഴിവ്. സൈബർ ശ്രീ പരിശീലന പദ്ധതിയിൽ പൈത്തൺ പ്രോഗ്രാമിംഗ് പരിശീലനത്തിന് സീറ്റ് ഒഴിവ്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് അവസരം. 4 മാസത്തെ പരിശീലനത്തിന് പ്രതിമാസം 5,000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. എഞ്ചിനീയറിംഗ്, MCA, MSc കമ്പ്യൂട്ടർ സയൻസ് യോഗ്യതയുള്ളവർക്കും പരിശീലനം പൂർത്തിയാക്കിയവർക്കും അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, ജാതി എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം നവംബർ 27 രാവിലെ 11 സൈബർ ശ്രീ സീഡിറ്റ് അംബേദ്കർ ഭവൻ, മണ്ണന്തല PO, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ അഭിമുഖത്തിന് നേരിട്ട് എത്തണമെന്ന് പ്രൊജക്ട് മാനേജർ അറിയിച്ചു. തൊഴിലവസരങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് DIO പാലക്കാട് എന്ന ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക. കൂടാതെ DIO പാലക്കാട് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.